കഴിഞ്ഞ ദിവസം ഓഫീസിൽ താമസിച്ചെത്തിയ സ്വീപ്പറോട് കാരണം അന്വേഷിച്ചു. നേരത്തെ വരണമെന്നുണ്ട്, പക്ഷെ എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല. എത്ര നാൾ ജോലിക്ക് വരാൻ പറ്റുമെന്ന് കണ്ടറിയണം. ചികിത്സ ചെയ്ത് കടം കൊണ്ട് മുടിഞ്ഞു. മക്കളുടെ കാര്യം ഓർത്താണ്. ഞാനില്ലെങ്കിൽ. അയാൾ ആശങ്കകളുടെ ഫയൽ അഴിച്ചു. പിന്നെയും 3 ദിവസം കഴിഞ്ഞു. ഹാജർ ബുക്കിൽ അയാൾ ഒപ്പുവെക്കേണ്ട കോളം ഒഴിഞ്ഞു കിടന്നു. ഞാൻ ചുവന്ന മഷിയുടെ പേന കൊണ്ട് അയാളുടെ പേരിനു നേരെ ബാക്കിയുള്ള കോളങ്ങളിൽ നീട്ടി വരച്ചു. ഇനി ഒരിക്കലും ഒപ്പിടാൻ അയാൾ വരില്ലല്ലോ. 3 ദിവസത്തെ ഇടവേളയിൽ ഇല്ലാതായ ഒരു ജീവിതം. 4 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ മകളും, 2 പെൺമക്കളാണ് അയാൾക്ക്, സഹോദരനും കൂടി ഓഫീസിൽ വന്നിരുന്നു. സഞ്ചയനം പറയാൻ വന്നതാണ്. കൂട്ടത്തിൽ ആശ്രിത നിയമനത്തെക്കുറിച്ചും മരണശേഷം അയാൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചും എല്ലാം അന്വേഷിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ മൂത്ത പെൺകുട്ടിക്ക്, ആശ്രിത നിയമനത്തിലൂടെ ലഭിക്കുന്ന ജോലി രണ്ടാമത്തെ പെൺകുട്ടിക്ക്, സർവീസിലിരിക്കെ മരിച്ചാൽ സർവീസ് സൊസൈറ്റിയിലെ കടബാധ്യത എഴുതിത്തള്ളും, കുടുംബ പെൻഷൻ ഭാര്യയ്ക്ക്. അവർ എല്ലാം തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. മരിച്ച് 4 ദിവസമായപ്പോഴേക്കും എത്ര ശുഷ്കാന്തിയോടെയാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. ഈ മക്കളെക്കുറിച്ചാണ് അയാൾ താനില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് ആശങ്കപ്പെട്ടത്. ഞാനില്ലെങ്കിൽ എന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും ജീവിക്കാൻ മറക്കുന്നത്. ഒരു സിനിമയ്ക്ക് പോകാതെ, കൂട്ടുകാരുമൊത്തൊരു വിനോദയാത്രയ്ക്ക് പോകാതെ, എന്തിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ പോലും വാങ്ങി ധരിക്കാതിരിക്കുന്നത്. നമ്മൾ ആരുമില്ലെങ്കിലും ഈ ലോകം മുന്നോട്ട് പോകും എന്ന് കരുതി കുട്ടികളെയും കുടുംബത്തെയും നോക്കേണ്ട എന്നല്ല. ഞാനില്ലെങ്കിൽ എന്ന ചിന്ത മാറ്റിവെച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുക. അതിനായി സമയവും പണവും കണ്ടെത്തുക. ഹാജർ പുസ്തകത്തിൽ ചുവന്ന മഷിയാൽ നീട്ടി വരയ്ക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. നിങ്ങളില്ലെങ്കിലും ലോകം മുന്നോട്ട് തന്നെ. ഞാനില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല.